എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഭൂമിയാകട്ടെ വീട്ടിൽ ആരും തന്നെ ഇല്ലാത്തതുകൊണ്ട് തൻ്റെ അച്ഛൻ്റെ കാറിലിരുന്ന് പഴയ ഓരോ ഓർമ്മകൾ ആലോചിച്ച് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഭൂമിയെ പഴയ ഓർമ്മകളെല്ലാം തന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂമി ആകെ അസ്വസ്ഥയാണ്. അച്ഛനുമായി മുമ്പ് ഇതേ കാറിൽ യാത്ര പോയതൊക്കെയാണ് ഭൂമിയുടെ ഓർമ്മകളിലൂടെയായി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതേ സമയം സൗഭാഗ്യഭരിതാകട്ടെ അഞ്ജന തൻ്റെ ഫോൺ സ്ക്രോൾ ചെയ്തിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന ഭവാനിക്ക് ആകെ ദേഷ്യം കയറുന്നു. അഞ്ജന എന്ന് അവളുടെ പേര് ഉച്ചത്തിൽ ഷൗട്ട് ചെയ്തെന്നോണം ഭവാനി വിളിക്കുന്നു. ഇത് കേൾക്കുന്ന അഞ്ജന എന്തിനാ അമ്മ ഇങ്ങനെ ലൗഡ് സ്പീക്കറിലിടുന്നാണൊക്കെ സംസാരിക്കുന്നത്? മറുപടിയെ ഭവാനി, ഇവിടെ ഞാൻ നിന്നെ സഹായിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുമ്പോൾ നീ ഇങ്ങനെ വെറുതെ ഇരുന്നോന്നാണ് അഞ്ജനയോടെ പറയുന്നത്. അതിനുവേണ്ടി ആദ്യം നീ നിന്റെ വല്യച്ഛനെ കയ്യിലെടുക്കണം. അയാളുടെ പേരിൽ കോടിക്കണക്കിനുള്ള സ്വത്തുക്കളുണ്ട്. അതിൻ്റെയൊക്കെ അവകാശി ഇവിടെ എവിടെയൊക്കെ തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന അഞ്ജന, ആരഭിരാമിയോ എങ്കിൽ പോയി കൊണ്ടുവരണമെന്നാണ് ഭവാനിയോടെ പറയുന്നത്. ഇത് കേൾക്കുന്ന ഭവാനി, അവൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നീ പുറത്താവില്ലേ? അതിന് നീ ആദ്യം അജയുടെ കാര്യത്തിൽ കുറച്ചുകൂടെ സീരിയസ് ആവണമെന്നാണ് ഭവാനി പറഞ്ഞു കൊടുക്കുന്നത്. ദാ നീ ഇത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് ഭൂമിയും സത്യദാസും അജയും തമ്മിലുള്ള ഒരു ഫോട്ടോ ഇപ്പോൾ അഞ്ജനയ്ക്ക് നേർക്ക് കാണിക്കുന്നു. അച്യുതൻ്റെ ചിത കത്തി എരിയുന്നത് കണ്ട് തല കറങ്ങി വീഴുന്ന ഭൂമിയെ താങ്ങി പിടിച്ചു നിൽക്കുന്ന അജയും സത്യദാസും. ഇത് കണ്ടപാടി അഞ്ജന ഇതെങ്ങനെ സംഭവിച്ചോ എന്നാണ് ഭവാനിയോടെ ചോദിക്കുന്നത്. ഇത് മാത്രമല്ല, ഇങ്ങനെ പലത് സംഭവിക്കാറുണ്ട്. അതുകൊണ്ടല്ലേ നിന്നോട് ഓരോന്ന് പറയുന്നതെന്ന് ഭവാനി ഇപ്പോൾ അഞ്ജനയോട്. അജയ് ഭൂമിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച അതിനുറപ്പായും സത്യദാസ് കൂട്ടുനിൽക്കും. കാരണം ആ ഭൂമിയുടെ അടിമയാണ് സത്യദാസും. എങ്കിൽ അമ്മ പറഞ്ഞോ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നാണ് അഞ്ജന ചോദിക്കുന്നത്. മറുപടിയെ ഭവാനി, തൽക്കാലം എൻ്റെ മോള് കിടന്നുറങ്ങിക്കോ, നാളെ രാവിലെ വേണ്ടതെന്തെന്ന് ഞാൻ പറയാം. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഭൂമി അതാ തൻ്റെ അച്ഛൻ്റെ ഫോട്ടോയുടെ കീഴിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ അമ്മയുടെ നിരപരാധിത്വം എത്രയും പെട്ടെന്ന് തെളിയിക്കുമെന്ന് ഭൂമി അച്ഛന് വാക്കുകൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഭൂമി അവിടെ നിന്ന് തൻ്റെ മുറിയിലേക്ക് പോയി ഡ്രസ്സുകൾ ഓരോന്നായി അടുക്കി വെക്കുന്നു. അതെല്ലാം തന്നെ കബോർഡിലേക്ക് എടുത്തു വെക്കുമ്പോഴാണ് ഭൂമിയുടെ ശ്രദ്ധയിലേക്ക് ഒരു ബോക്സ് പെടുന്നത്. അത് തുറക്കുമ്പോൾ അതിൽ 2 ചിലങ്കകളായിരുന്നു. അങ്ങനെ ഭൂമി വീണ്ടും പഴയ ഓർമ്മകളിലേക്ക് പോവുകയാണ്. മുൻപൊരു ദിവസം തൻ്റെ വീട്ടിൽ വെച്ച് തന്നെ ഭൂമി എന്തോ ആലോചിച്ച് നിൽക്കെ അച്ഛനൊരുക്കി വന്ന് തന്നോട് പറഞ്ഞത് ഭൂമി ഇപ്പോൾ വീണ്ടും ഓർക്കുന്നു. പെൺകുട്ടികൾ ഇങ്ങനെ പകൽക്കിനാവ് കാണാൻ തുടങ്ങിയാൽ അവരെ അധികം നാൾ വീട്ടിൽ നിർത്തരുതെന്നാണ് പറയാറ്. ഉടനെ തന്നെ കെട്ടിച്ചു വിടണമെന്ന്. ഇത് കേൾക്കുന്ന ഭൂമി, എങ്കിൽ പിന്നെ എന്നെ ഉടനെ തന്നെ കല്യാണം കഴിച്ചയപ്പിച്ചോ? മറുപടി അച്യുതൻ, അതെന്തായാലും ഉടനെയൊന്നുമില്ല, എനിക്ക് വലിയൊരു ആഗ്രഹം കൂടി ഉണ്ടെന്നാ അച്യുതൻ ഭൂമിയോടായി പറയുന്നത്. എന്നാൽ ഇത് കേൾക്കുന്ന ഭൂമി, വലിയ ആഗ്രഹമോ? അതും അച്ഛനോ? മറുപടി അച്യുതൻ, അത് മറ്റൊന്നുമല്ല, എനിക്ക് മോളുടെ അരങ്ങേറ്റം, അതും മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്ന കാണണം. പണ്ട് മോളുടെ അമ്മയുടെ നാടകം കാണാൻ പോകുന്നത് പോലെ മോളുടെ നൃത്തവും മുൻനിരയിൽ തന്നെ ഇരുന്ന് എനിക്ക് കാണണം. അന്ന് അച്ഛൻ വാങ്ങിത്തരുന്ന പുതിയ ചിലങ്ക വേണം എൻ്റെ മോൾ അണിയാനാ പറയുന്നത്. അതേ ചിലങ്കയാണ് ഇപ്പൊ ഭൂമി തന്റെ കയ്യിൽ വെച്ച് അച്ഛനെ പറ്റി ആലോചിക്കുന്നതും. എന്തൊക്കെയായാലും ഭൂമിക്കിപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഒട്ടും തന്നെ അവൾക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. അച്ഛൻ്റെ ഓർമ്മകളാകട്ടെ കൂടെ കൂടെ ഭൂമിയെ തളർത്തുന്നുണ്ട്. അങ്ങനെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഭൂമി അങ്ങനെ നിൽക്കുന്നു. ഇതേ സമയം സൗഭാഗ്യഭരത്താകട്ടെ സൗദാമിനി അമ്മയും മാധവനും സംഗീതയും ഭവാനിയും എല്ലാം ചേർന്ന് കല്യാണത്തിന്റെ ചർച്ചയിലാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി സംസാരിച്ച് നിൽക്കെ തന്നെ അജയും സത്യദാസും ഇപ്പോൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സത്യദാസ് തന്റെ നേർക്ക് വന്നിരുന്ന പാടെ വിരോധം കാണിക്കാനെന്നോണം ഭവാനി എഴുന്നേറ്റ് പോകുന്നു. ഇത് അവിടെ ഇരുന്ന് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഭവാനി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ടും അവരെന്താണ് സംസാരിക്കുന്നതെന്നറിയാൻ മറന്നു നിന്ന് കേൾക്കുന്നുണ്ട്. ഈ സമയം സത്യദാസ് അജയോടെ ചോദിക്കുന്നു, എന്തായി ഭൂമിയുടെ കേസിന്റെ കാര്യം? എന്നാൽ ഇത് കേൾക്കുന്ന മാധവനാണ് മറുപടി പറയുന്നത്, അതിപ്പോൾ കൊന്നതാ ശ്രീധനല്ലേ, അതുകൊണ്ട് ജയിലിനകത്ത് പോയി ഇനി കോടതിയും വിധിയും ശിക്ഷയും എന്നൊക്കെയല്ലേ. ഇത് കേട്ടു നിൽക്കുന്ന അജയ്, ഇപ്പം എന്താ വല്യമാവൻ അതിനെപ്പറ്റി ചോദിക്കാനെന്ന് സത്യദാസിനോടെ ചോദിക്കുന്നു. മറുപടി സത്യദാസ് ഇങ്ങനെ പറയുന്നു, അജയ്, നമ്മൾക്ക് ചിലപ്പോൾ ചില ഇൻഡ്യൂഷൻസ് തോന്നില്ലേ? അതേപോലെ എനിക്കൊരു ഇൻഡ്യൂഷൻ തോന്നുന്നു, ആ സ്ത്രീ ആരെയും തന്നെ കൊല്ലില്ല എന്ന്. എന്നാൽ ഇത് കേൾക്കുന്ന മാധവനാകട്ടെ ഒട്ടും തന്നെ വിട്ടുകൊടുക്കുന്നില്ല. അന്ന് അജയ് ഡോർ പൊളിച്ച് അകത്ത് കയറിയപ്പോൾ ആ സ്ത്രീ അച്യുതനെ കൊല്ലുന്നത് കണ്ട എത്ര പേരുണ്ട്. ഇത് കേട്ടപാടെ അജയാണ് മറുപടി പറയുന്നത്, അച്ഛാ, ആ പറഞ്ഞതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അന്ന് അവരോടൊപ്പം ആ മുറിയിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നുവെന്ന് ആ സ്ത്രീ മൊഴി തന്നിട്ടുണ്ട്. കാര്യത്തിൽ പോലീസിനും ചില സംശയങ്ങളുണ്ട്, അവർ തന്നെയാണോ കുറ്റവാളി എന്നുള്ളതിൽ. ഇതെല്ലാം മറിഞ്ഞു നിന്ന് കേൾക്കുന്ന ഭവാനി ആകെ വീർത്ത് കുളിക്കുന്നുണ്ട്, ഭയം കാരണം. ഇതിനുള്ള മറുപടി പറയുന്നത് പക്ഷേ അജയാണ്. അവരുടെ മൊഴി പ്രകാരം മൂന്നാമതായി അവിടെ ഉണ്ടായിരുന്ന ആ വ്യക്തി കുത്തിയ കത്തിയാണ് അംബിക വലിച്ചൂരിയത്. കാര്യങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇതിലെന്തോ ഗൂഢാലോചന ഉണ്ടെന്ന് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ ഇതൊരു പ്ലാൻഡ് മർഡർ ആണെന്നാണ് അജയ് എല്ലാവരോടുമായി അറിയിക്കുന്നത്.
സത്യദാസ് ആകട്ടെ തനിക്ക് മുമ്പുണ്ടായ ഒരു പോലീസ് അനുഭവം ഇപ്പോൾ അജയോടെ പങ്കുവെക്കുന്നു. മുമ്പ് ഇതിന് സമാനമായ ഒരു കേസ് എൻ്റെ പോലീസ് ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. അന്ന് പക്ഷേ കുറ്റവാളിയായിട്ടുള്ള ആള് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുകയായിരുന്നു. തെളിവുകളൊക്കെ നശിപ്പിച്ച് അയാൾ ഞങ്ങളെ വഴിതിരിച്ചുവിടാൻ പലതവണ നോക്കി. എന്തൊക്കെയായാലും അവസാനം ഞങ്ങൾ അയാളെ പിടികൂടുക തന്നെ ചെയ്തു. അങ്ങനൊരു കാര്യം എന്തൊക്കെയായാലും ഈ കേസിൽ ഉണ്ടാവാൻ പാടില്ലെന്നാണ് സത്യദാസ് ആവശ്യപ്പെടുന്നത്. കേസ് ഫയൽ നന്നായി തന്നെ ആലോചിച്ച് പ്രിപ്പയർ ചെയ്യണം. എല്ലാ വശങ്ങളിൽ നിന്നുള്ള അന്വേഷണം വേണമെന്നാണ് സത്യദാസ് പറഞ്ഞു കൊടുക്കുന്നത്. മുത്തശ്ശിയും ഇതേ കാര്യം തന്നെയാണ് അജയോട് ആവശ്യപ്പെടുന്നത്. മോൻ എത്രയും പെട്ടെന്ന് കുറ്റവാളിയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. എൻ്റെ ഭൂമിമോളെ ഇങ്ങനൊന്നും വിഷമിപ്പിക്കാൻ അനുവദിക്കരുത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ എന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ ശേഷം അജയ് അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. ഇതേ സമയത്ത് ഭവാനി ആകട്ടെ തന്നെ പിടികൂടുമോ എന്നുള്ള ഭയത്തിലാണ്. ഭവാനി അതിനുശേഷം ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നു. 22 വർഷം മുമ്പ് നഷ്ടമായ നിന്റെ ഭാര്യയും മകളെയും നിനക്കും നിന്റെ മരുമകനും ഇത്രയും നാളായിട്ട് കണ്ടെത്താൻ സാധിച്ചു. അതുപോലെ തന്നെയായിരിക്കും ഈ കേസും. കാരണം ഇത് രണ്ടും തീരുമാനിച്ചതും നടപ്പാക്കിയതും ഈ ഭവാനിയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാലത്തും നിങ്ങൾക്കിത് തെളിയിക്കാൻ പറ്റത്തില്ല. പിറ്റേ ദിവസം രാവിലെ ഭൂമി റെഡിയായ ശേഷം അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ നിന്ന് യാത്ര പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. ഭൂമിയുടെ അമ്മയ്ക്കുള്ള ആഹാരമെല്ലാം പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി ചേച്ചി കൊടുത്തു വിടുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഭൂമിയുടെ അമ്മയുടെ ഫോണും ഭൂമിക്ക് കൈമാറുന്നു. ഇത് കാണുന്ന ഭൂമി ചേച്ചിയോടെ ചോദിക്കുന്നു, ചേച്ചി അച്ഛൻ്റെ ഫോൺ കണ്ടോ? ഇവര് മറുപടിയായിട്ട് ഭൂമിയോട് ഇങ്ങനെ പറയുന്നുണ്ട്, അത് ചിലപ്പോൾ പോലീസുകാർ കൊണ്ടുപോയിട്ടുണ്ടാവും. എന്നാൽ ഇരി കേൾക്കുന്ന ഭൂമി അച്ഛൻ്റെ യഥാർത്ഥ കുറ്റവാളിയെ പോലും കണ്ടുപിടിക്കാൻ പറ്റാതെ അവരെന്തിനാ എൻ്റെ അച്ഛൻ്റെ ഫോൺ കൊണ്ടുപോകുന്നത്? ഇതിന് മറുപടി ചേച്ചിയാണ് പറയുന്നത്, അല്ലെങ്കിലും ഈ പോലീസുകാരുടെ നീതിയും ന്യായമൊന്നും നമുക്ക് മനസ്സിലാവില്ലല്ലോ. വിഷമം താങ്ങാൻ വയ്യാതെ ഭൂമി വീണ്ടും അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ നിന്ന് കരയുകയാണ്. ഈ സമയത്താകട്ടെ അച്ഛൻ്റെ സാമീപ്യം ഭൂമിക്ക് അനുഭവപ്പെടുന്നു. ഭൂമിയോട് തളരരുതെന്നും സ്ട്രോങ് ആയി തന്നെ നിൽക്കണമെന്നാണ് അച്ഛൻ പറയുന്നത്. ഇങ്ങനെ കരഞ്ഞു തളർന്ന് നിൽക്കാൻ വേണ്ടിയാണോ ഇത്രയൊക്കെ നിന്നെ ഞാൻ വളർത്തി വലുതാക്കിയത്? നീ മനസ്സ് വെച്ചാൽ എന്താ സാധിക്കാത്തതെന്നാണ് അച്ഛൻ ചോദിക്കുന്നത്. അംബികയെ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടല്ലേ പോയിരിക്കുന്നത്. അവളുടെ നിരപരാധിത്വം നീ വേണം തെളിയിക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ ഭൂമിയുടെ ഓർമ്മയിൽ നിന്ന് അച്യുതൻ മാഞ്ഞു പോകുന്നു. അത് ഭൂമിക്ക് സ്വപ്നമായി തോന്നിയതാവാം. അതുകൊണ്ട് തന്നെ ഭൂമി നേരെ അച്യുതൻ്റെ ഫോട്ടോയ്ക്ക് നോക്കി അച്യുതന് വാക്ക് കൊടുക്കുന്നു, ഉറപ്പായും ഞാൻ അമ്മയുടെ നിരപരാധിത്വം തെളിയിക്കും. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോട് അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.